പക്ഷേ ഇപ്പൊ പുതിയതായിട്ട് വന്ന ചില ആൾക്കാർ ഈ പറയുന്ന ബേസിൽ ജോസഫിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, മലയാളത്തിന്റെ പുതിയ ജനപ്രിയ നായകൻ. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ള കാര്യം, അത്രക്കൊക്കെ വേണം? അത് കുറച്ച് ഓവറല്ലേ? 2000 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ മലയാള സിനിമാ ലോകം ഒന്നടങ്കം അടക്കി ഭരിച്ചിരുന്ന ഒരാളാണ് പൊതുവേ നമ്മൾ ജനപ്രിയ നായകൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ദിലീപ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ടൈമിൽ ഈ പറയുന്ന മോഹൻലാലും മമ്മൂട്ടി ഉൾപ്പെടുന്ന സൂപ്പർ താരങ്ങൾ പോലും ഈ പറയുന്ന ദിലീപ് എന്ന നടന്റെ സിനിമകൾക്ക് മുമ്പിൽ ഒന്നും അല്ലായിരുന്നു. കുറെ ആൾക്കാർ ഈ പറയുന്ന ബേസിൽ ജോസഫിനെയൊക്കെ ദിലീപുമായിട്ടാണ് കമ്പയർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. നിങ്ങൾ കേൾക്കണം, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള തമിഴ് നടൻ വിജയ് ഉൾപ്പെടെ ഈ പറയുന്ന ദിലീപിന്റെ സിനിമകൾ റീമേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ദിലീപിന്റെ ജീവിതത്തിലുണ്ടായ ആ ഒരു കേസിനെ കുറിച്ചും ഇഷ്യൂസിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്നത് ദിലീപിന്റെ സിനിമകളെയാണ്, അല്ലാണ്ട് അയാളെ ജീവിതത്തെ അല്ല. ഇപ്പൊ നമ്മൾ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കുറ്റം പറയുന്നുണ്ടെങ്കിലും ചെറുപ്പത്തിൽ ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ കുറേയധികം ചിരിപ്പിച്ച ഒരാളല്ലേ അത്. ആ ഒരു ഇഷ്ടം ഇപ്പോഴും നമ്മളിൽ പലർക്കും ദിലീപിനോട് ഉണ്ടാവും. മായാമോഹിനി, കുഞ്ഞിക്കൂനൻ, ചാന്തുപൊട്ട്, അങ്ങനെ പല വ്യത്യസ്ത വേഷങ്ങളും ദിലീപ് മലയാള സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രിൻസ് എന്ന സിനിമയിലൂടെ ദിലീപ് തന്റെ പഴയ ട്രാക്കിലേക്ക് തിരിച്ചു വന്നു എന്നാണ് കേൾക്കുന്നത്. ഇതൊരു കംബാക്ക് ആണെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഓരോ മലയാള സിനിമാ പ്രേമികളും നിങ്ങളുടെ തിരിച്ചുവരവിന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. സിനിമ വേറെ, ജീവിതം വേറെ, അത് മനസ്സിലാക്കിയാൽ നല്ലത്. അത്രേ ഉള്ളൂ.